അമ്മ ലിജൻ. ആമേൻ. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആ കുടുംബത്തെ ഓർക്കുന്നു. പ്രിയ ലിജൻ്റെ വൈഫ് എൻ്റെ മൂത്ത പെങ്ങളുടെ നാത്തൂൻ്റെ മകളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നോട് പറഞ്ഞാൽ മൂത്ത പെങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകളാണ്. ആമേൻ. പ്രിയ മകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. എൻ്റെ പേര് കൃതദാസൻ ഓർപ്പിച്ചതുപോലെ ചെറിയാൻ ഫിലിപ്പ്. വീട്ടിൽ ബാബു എന്നാണ് വിളിക്കുന്നത്. സ്വദേശം തിരുവല്ലയ്ക്കടുത്ത് തലവടിയാണ്. തിരുവല്ലയ്ക്കടുത്തെന്നുള്ളതുള്ളൂ. ഞാൻ തലവടി കുട്ടനാടൻ പ്രദേശമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ പാർത്ത് കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ദൈവം അവസരം നൽകിയതോർത്ത് സ്തോത്രം. ചെറിയ സമയമുള്ള സമയത്തിൽ ചില കാര്യങ്ങൾ സാക്ഷ്യമായി പറഞ്ഞ് നിർത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. 1981 യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനിടയായി. ഇന്ന് 44 വർഷം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 83 സുവിശേഷ വേലയ്ക്കായിട്ട് ദൈവം വേർതിരിച്ചു. ഏകദേശം 42 വർഷത്തോളമായി ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ആമേൻ. പ്രാരംഭ കാലഘട്ടങ്ങളിലൊക്കെ വിവിധ നിലകളിൽ ഇന്ത്യയുടെ രാജ്യങ്ങളിൽ കർത്തൃവേല ചെയ്യുവാനായിട്ട് ദൈവം അവസരങ്ങൾ നൽകി. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച കാലഘട്ടങ്ങളിൽ ആമേൻ എൻ്റെ മാതാപിതാക്കൾ അവരെല്ലാം ഇവാഞ്ചലിക്കാരാണ്. ദൈവത്തിന് സ്തോത്രം. അവരോട് ഒന്നും അനുവാദം ചോദിക്കാതെയാണ് ഞാൻ സ്നാനപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണമുണ്ട്. അനുവാദം ചോദിച്ചാൽ സ്നാനപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അനുവാദം ചോദിക്കാതെ സ്നാനപ്പെട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ഇവർ പറഞ്ഞത്. ചോദിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നാണ്. എൻ്റെ മൂത്ത സഹോദരി, പ്രിയ മകളുടെ മാതാവിൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ മൂത്ത സഹോദരി സ്നാനപ്പെടാനായിട്ട് വെള്ളത്തിലിറങ്ങിയ സമയത്ത് ചാക്കോസാറ് വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ അമ്മാച്ചനും കൂടെ വന്ന് പെങ്ങളെ കുടുംബയ്ക്ക് പിടിച്ച് വീട്ടിൽ വെള്ളത്തിൽ നിന്ന് കയറ്റി വീട് വരെ അടിച്ചു. പിന്നെ സ്നാനപ്പെടാൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. പിന്നെ ആ പെങ്ങളെ ഞാൻ സ്നാനപ്പെടുത്തിയത് 1990. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്തൃവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയായിരുന്നു. കർണാടകത്തിൽ കുറേ നാൾ പ്രവർത്തിച്ചതിന് ശേഷം OIM ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. 85 എൻ്റെ ഫാദർ മരിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുന്നു. എങ്കിലും വീണ്ടും പ്രവർത്തനത്തിനായി കർണാടകയിൽ ഒരു ഗ്രാമം ദത്തെടുത്ത് പ്രവർത്തിച്ചു. മടങ്ങി വന്ന് വീണ്ടും ഒരു കൃതദാസൻ്റെ കീഴിൽ പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. പിന്നത്തേതിൽ വചനം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടങ്ങളിൽ തന്നെ ദൈവസഭയുടെ അഥവാ ഒരു ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. 89 ദൈവസഭയുടെ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനായിട്ട് ദൈവം ആക്കി വെച്ചു. ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെ ആമേൻ ദൈവം അത്ഭുതകരമായി നടത്തി വിവിധ സ്ഥലങ്ങളിൽ കർത്തൃവേലയിലായിരിക്കാൻ ഇടയാക്കി. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സജു സാറ് സ്തോത്രം. ദൈവസഭയുടെ അനുഗ്രഹീതനായ കർത്തൃദാസനും ബൈബിൾ കോളേജ് അധ്യാപകനും സൺഡേ സ്കൂളിൻ്റെ ആ കാലഘട്ടങ്ങളിൽ സ്തോത്രം പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള അനുഗ്രഹീത കർത്തൃദാസനാണ്. പ്രിയപ്പെട്ടവനോട് ചേർന്ന് ആയിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലകളുടെ ബന്ധത്തിലായിരുന്നു. ആമേൻ. പള്ളിപ്പാട് സ്തോത്രം. പിന്നെ അവിടെ നിന്ന് നിലമ്പൂർ 8 വർഷം കടന്നുപോയി. അവിടെ 8 വർഷം നിലമ്പൂർ 8 വർഷം ഇരുന്നു. പിന്നെയാണ് പത്തനംതിട്ടയിൽ 2000 മുതൽ വന്നത്. അവിടെ വന്ന് പത്തനംതിട്ടയിൽ വെച്ചൂശ്ശേരിക്ക് പോയി 5 വർഷം അവിടെ ശുശ്രൂഷിച്ചു. ആമേൻ. അവിടെ നിന്ന് വീണ്ടും മുളക്കരയിൽ വന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന അളവിലാണ് കുവൈറ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചത്. കുവൈറ്റിൽ കടന്നുപോയി. കുവൈറ്റിൽ നിന്ന് ഇടമണ്ണിൽ വന്ന് പുനലൂർ ഇടമൺ സ്തോത്രം ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോൾ കൊന്നപ്പാറ ശുശ്രൂഷയിലായിരിക്കുന്നു. ഈ സഭകളെല്ലാം തന്നെ സാഹിബിൻ്റെ കാലഘട്ടങ്ങളിൽ സ്ഥാപിച്ച സഭകളാണ്. പഴയ കാലഘട്ടങ്ങളിലുള്ള സഭകളിൽ ശുശ്രൂഷിക്കാനുള്ള അവസരം ദൈവം നൽകി. ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുടുംബം, വൈഫ് മേഴ്സി, 3 പെൺമക്കളാണ്. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ദൈവത്തിന് ഒരാൾ നഴ്സിംഗ് പഠിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മേഴ്സിയുടെ പിതാവ് പ്രിയ മേഴ്സി മാമയുടെ പിതാവ് അവരെല്ലാം ഒരു കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശോഭിക്കുക മാത്രമല്ല അവർ ഊട്ടുപാറയിൽ എൻ്റെ ഫാദറിലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം
യവര്യാന് യോവനാച്ചായന് കൂടൽ കുഞ്ഞിഞ്ഞപ്പച്ചന് ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്തൃശുശ്രൂഷയിൽ വളരെ പ്രവർത്തിച്ച അനുഗ്രഹിക്കുന്ന മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. 49-ാമത്തെ വയസ്സിൽ താൻ വിശ്വാസ തീവ്രതയിൽ നിന്നതുകൊണ്ട് മരുന്ന് ചെയ്യാതെ അത് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തിൻ്റെ തീവ്രതയാൽ 49-ാമത്തെ വയസ്സിൽ താൻ നിത്യത്തിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ആ കുടുംബത്തിലെ 3ാമത്തെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ദൈവം സ്ഥാനം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. 8 വർഷം മുമ്പ് എനിക്ക് അമേരിക്കയ്ക്കുള്ള വിസ കിട്ടിയതാണ്. ഞാൻ ഇതുവരെയും വന്നില്ല. ദൈവത്തിന് സ്തോത്രം. സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല. കിട്ടിയ ഉടനെ വരുന്നവരാ. പക്ഷേ എനിക്ക് അതിൻ്റെ നിയോഗം കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. തീരാറായി വിസ. അപ്പോൾ ഒന്ന് പോയിട്ട് വന്നേക്കാന്ന് കണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങൾ, അത് മൂത്ത മകളൊക്കെ കാനഡയിൽ അവർ ഫാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അവർ 7 വർഷത്തിൽ കൂടുതലായി ഞാൻ അവരെ കണ്ടിട്ട്. ഒരു നാക്കോഗിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ അവിടെ നിന്ന് വന്നാൽ ഏതായാലും വിസ ഉണ്ടല്ലോ, വരാം, വന്നാൽ ഞങ്ങളെ ഒന്ന് കാണാമല്ലോ, നമുക്കൊന്നിച്ച് കാണാം എന്നുള്ള നിലയിൽ അങ്ങനെ അത് വന്നതാണ്. സഭ ഇട്ടിച്ച് പോകുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും 2-3 മാസം കൂടി ആയിരിക്കുവാനിടയായി തീർന്നു. എല്ലാവരും ഞങ്ങളെ ഓർത്ത് എല്ലാവരും സന്തോഷമായി സ്തോത്രം ചെയ്താണ്. ആരാധനയ്ക്കൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. എത്ര മണി വരെ? 25 മിനിറ്റ് എന്നാ പറഞ്ഞല്ലേ? അപ്പോൾ എത്ര മണിയാവും? ഞാൻ നോക്കിയില്ലായിരുന്നു. 12 മണിക്ക് മുമ്പാണോ അതോ 11:50? ഓക്കെ, താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു. ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, ലിസൺ ഹിയർ. ഓക്കെ, നല്ല മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അവർ ചിലരൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൊബൈലിനകത്ത്. നിങ്ങളെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഗെയിം, അത് മൊബൈൽ സഹായത്തിന് കൊടുത്തു വിടല്ലോ. ദൈവത്തിന് സ്തോത്രം. അവർ പലരും ഗെയിം കളിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ചൊരിയപ്പെടട്ടെ. അവരുടെ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുവാൻ അർപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വേദവാക്യം വായിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവിന് ശരണപ്പെടുന്നു. ഹബക്കൂക്കിൻ്റെ പ്രവാചക പുസ്തകം, ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം, അതിൻ്റെ 2-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വെക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ഇന്ന് പകൽവേളയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഒരു ചിന്ത ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക, അതാണ് ഇന്നത്തെ ചിന്താവിഷയം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുറഞ്ഞ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് ചിലപ്പോൾ സ്പീഡ് കൂടും. എനിക്ക് സാധാരണ അല്പം സ്പീഡ് കൂടുതലാണ്. ശ്രദ്ധിച്ചിരുന്ന കുഞ്ഞുങ്ങളായാലും ശ്രദ്ധിച്ചിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും. പല സഭകളിലും ട്രാൻസ്ലേഷനുണ്ട്. ദൈവത്തിന് സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഇവിടെ അതില്ല. ഏതുകൊണ്ട് കുറഞ്ഞ സമയമുള്ളൂ. അതും കൂടെ ട്രാൻസ്ലേഷനും കൂടെ ആയാൽ പകുതിയായി പോകും. പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു വിടാം. ദൈവത്തിന് സ്തോത്രം. കാത്തിരിക്കുക. എന്താണ് കാത്തിരിക്കുക? ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക, കർത്താവിനായി കാത്തിരിക്കുക. എന്തിനെല്ലാം വേണ്ടി കാത്തിരിക്കണം എന്നുള്ളത് ചില പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞ് വിടുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം, ഹബക്കൂക്കിൻ്റെ പുസ്തകം. ഹബക്കൂക്ക് ഒരു ധനാഢ്യനായ മനുഷ്യനായിരുന്നു. വളരെ ഉന്നത നിലയിൽ അതേ സ്തോത്രം പ്രവർത്തിച്ച അനുഗ്രഹീത മനുഷ്യനായിരുന്നു ഹബക്കൂക്ക്. ഹബക്കൂക്കിൻ്റെ കുടുംബചരിത്രം എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ഹബക്കൂക്ക് ശൂനേങ്കാരിയുടെ മകനാണെന്നാണ് പറയുന്നത്. ശൂനേങ്കാരിയുടെ മകനാണെന്നാണ് പറയുന്നത്. ശൂനേങ്കാരി എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം, എലീശയുടെ അടുക്കൽ കടന്നു വന്ന ശൂനേങ്കാരത്തി, അതേ സ്തോത്രം, തനിക്ക് ശേരിശ കൂടെ കടന്നുപോയ ഭവനം, ആമേൻ അവിടുത്തെ ശൂന്യത കണ്ട്, അതേ സ്തോത്രം, അടുത്ത വർഷം നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞ് ജനിച്ച മകൻ മരിച്ചുപോയി. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊടുത്ത ആ മകനാണ് ഹബക്കൂക്ക് എന്നാണ് പണ്ഡിത അഭിപ്രായം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് ആ കാലഘട്ടങ്ങളിൽ ധനാഢ്യനായ മനുഷ്യനാണ്. ഉന്നതമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആ ദൈവ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അതേ ധാരാളം തോട്ടങ്ങൾ തനിക്കുണ്ടായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു, കന്നുകാലികളുണ്ടായിരുന്നു.
ആമേൻ സ്തോത്രം. ഒലിവ് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒക്കെ വളരെ ധനാഢ്യനായ മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഒരു സുപ്രഭാതത്തിൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു. അതാണ് ആമേൻ ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആമേൻ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അത് അനുഭവം ഉണ്ടാകുകയില്ല, ഗോശാലകൾ കന്നുകാലി ഉണ്ടാകുകയില്ല. ആമേൻ അതെല്ലാം ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടമായി പോയ ഒരു സന്ദർഭമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ട മേഖല. ആമേൻ ഈ നഷ്ടങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ ആകപ്പാടെ ഭയന്നുപോയി. ദൈവത്തിന് സ്തോത്രം. താനൊരു ജോലിക്കാരനും കൂടെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ആമേൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയാമെന്ന് കൂടെ പറഞ്ഞാൽ ഇസ്രായേലില് ആമേൻ അത് സ്തോത്രം ശത്രു സൈന്യങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയുവാൻ മതിലിന്മേൽ നിന്ന് കാവൽ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ സ്തോത്ര ശത്രുക്കൾ വരുന്നുണ്ടോ എന്നറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആണ് തനിക്കുണ്ടായിരുന്നത്. അത് മിലിറ്ററി ഉദ്യോഗസ്ഥൻ. ഇന്നത്തെ റഡാർ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവരെ പോലെ ദൈവത്തിന്റെ സ്തോത്രം വളരെ സൂക്ഷ്മതയോടെ രാത്രികാലങ്ങളിൽ ഉണർന്നിരുന്നു കൊണ്ട് ശത്രുവിനെ അവനെ വീക്ഷിക്കുന്ന അതൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ജോലി തനിക്കുള്ളപ്പോൾ തന്നെ താൻ ധനാഢ്യനായ മനുഷ്യനായി. അതുകൊണ്ട് നമുക്കറിയാൻ കാണുന്നത്, ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു താന്. തനിക്ക് ഒരുപാട് സമ്പത്തുക്കൾ ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടമായി പോയി. ആ നഷ്ടമായി പോയ സന്ദർഭത്തില് താൻ വലിയ ഭയത്തിലായി പോയി. അതാണ് 3:1 വാക്യം. വിഭ്രമരാഗത്തിൽ. താന് വിഭ്രമരാഗത്തിൽ എന്ന് പറയുകയാണ്. താൻ ഭയപ്പെട്ടു പോയി. 2-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. താൻ ഭയപ്പെട്ടിരിക്കുകയാണ്. ജീവിതത്തിലെല്ലാം നഷ്ടമായി പോയി. ആമേൻ പരാജയങ്ങൾ ഒരുപാട് സംഭവിച്ചു. ഈ പരാജയങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും താൻ പറഞ്ഞ വാക്കുകൾ ഉണ്ടെന്നറിയാമോ? ഇതെല്ലാം നഷ്ടമായി പോയാലും എനിക്ക് ആമേൻ സ്തോത്രം പ്രയാസമില്ല. എന്താണെന്നറിയാമോ? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ് ദൈവമക്കൾ. ആമേൻ നമ്മുടെ ആനന്ദം, നമ്മുടെ ആരാധന, നാം ദൈവത്തെ ആരാധിക്കുന്നത്, നാം ദൈവത്തെ സ്തുതിക്കുന്നത് ഈ ലോകത്തുള്ള എന്തെങ്കിലും നന്മകൾ ലഭ്യമായതുകൊണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. സൗഖ്യമായതുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ആമേൻ നന്മ കിട്ടിയത് കൊണ്ടോ, ജോലി കിട്ടിയത് കൊണ്ടോ, പ്രമോഷൻ കിട്ടിയത് കൊണ്ടോ, അമേരിക്കയിൽ വന്നത് കൊണ്ടോ അല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് അവൻ നമ്മുടെ രക്ഷകനായി കാൽവറിയിൽ അവസാനത്തുള്ള രക്തം വരെ നമുക്കായി ഊറ്റി നൽകി, തന്റെ രക്തം കൊണ്ട് നമ്മൾ വിലയ്ക്ക് വാങ്ങി. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. രക്ഷയുടെ സന്തോഷം ഹൃദയത്തിൽ ഉള്ള ദൈവമക്കൾ ഒന്ന് ദൈവത്തിന്റെ മഹത്വം എടുത്ത് ആരാധിക്കട്ടെ. യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. ഇന്നലെ രാത്രി എന്നോട് ഒരാൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആമേൻ സ്തോത്രമല്ല, അത് അങ്ങനെയാണോ, ഇതാണോ, പോരാട്ടമാണോ, ബന്ധനങ്ങളാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുവാനിടയായി. ജീവിതത്തിൽ എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടെന്ന്. ഏലീശ മരിക്കത്തക്ക രോഗം പിടിക്കപ്പെട്ടു. ആമേൻ രാജാവ് വളരെ ശക്തനായ ആമേൻ വിശ്വാസിയായിരുന്നു, രാജാവായിരുന്നു. പക്ഷെ തനിക്ക് മരണകരകരമായ രോഗം പിടിക്കപ്പെട്ടു. ആമേൻ ഭക്തനായ ഇയ്യോബിന് ഈ ദീർഘ 20 വർഷത്തോളം താൻ രോഗിയായി ഭാരപ്പെട്ടത് മാത്രമല്ല, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്കും നഷ്ടഘട്ടങ്ങൾ സംഭവിക്കാം. പക്ഷേ ആമേൻ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ സന്തോഷം അത് ഏറ്റവും മഹത്വകരമാണ്. എല്ലാം നഷ്ടപ്പെട്ട്, ആമേൻ ആടുമാടുകൾ നഷ്ടപ്പെട്ട്, ആമേൻ 10 മക്കളും നഷ്ടപ്പെട്ട്, സ്തോത്ര ശരീരം മുഴുവൻ വ്രണം പിടിച്ച് ആമേൻ രോഗിയായി പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇയ്യോബിന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ദൈവത്തിന് സ്തോത്രം. എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ദൈവത്തിന് സ്തോത്രം, ഞാൻ ദേഹസഹിതനായി ഞാൻ എന്റെ പ്രിയരെ കാണും. സ്തോത്രം പറഞ്ഞാണ് ദൈവം. ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. നമ്മുടെ പ്രത്യാശ അതാണ്. ഈ ലോകത്തിലെ നന്മകളല്ല, ഈ ലോകത്തിലെ അനുഭവങ്ങളല്ല, അതൊന്നും അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നത്. നാം ഇവിടെ എന്ത് നേടിയാലും അത് ഇവിടം കൊണ്ട് തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദേഹം ക്ഷയിക്കുമെന്ന്, ആമേൻ നമ്മുടെ രോഗിയായി തീരുമെന്ന്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് സൗഖ്യമായ നാളെ വീണ്ടും രോഗം പിടിക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് വേറൊരു രോഗം മാറാ രോഗം അത് മാറിപ്പോയി. പക്ഷേ
അടുത്ത ദിവസം വേറെ പിടിക്കുമെന്ന്. കാരണം ഇത് മണ്ണയമായ ശരീരമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇത് മണ്ണയമായ ശരീരമാണ്, ഇതല്ല നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത്, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ, ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും എന്താണ്? ആമേൻ, സ്തോത്രം. രോഗം ഇപ്പോൾ സൗഖ്യമാക്കുമെന്നോ, നന്മ ലഭിക്കുമെന്നോ, പ്രമോഷൻ കിട്ടുമെന്നോ, പോരാട്ടം മാറുമെന്നോ, ബന്ധനം അഴിയുമെന്നോ ഒക്കെ പറയുമ്പോൾ കൈയടിക്കുന്നതല്ല പ്രധാനം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിത്യതയിൽ നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു, നമ്മുടെ രക്ഷകനെ നാം മുഖാമുഖം കാണുമെന്നല്ല. ആമേൻ, ശ്രേഷ്ഠമേറിയ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. Praise you, Jesus. ഓടിച്ചു പറഞ്ഞു വിടാം. എന്തിനൊക്കെ കാത്തിരിക്കണം? ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനവധിയുണ്ട്, അവിടേക്ക് എല്ലാം പോകുവാൻ പറ്റുകയില്ല. വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കുക. ഹബക്കൂക്ക് അവൻ കൊത്തളത്തിൽ നിന്നുകൊണ്ട്, കാവൽ കാത്തു നിന്നുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ആമേൻ, സ്തോത്രം, ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ആവലാദികൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ആമേൻ, സ്തോത്രം. എല്ലാവർക്കും ആവലാദികളുണ്ട്. ആമേൻ, സ്തോത്രം. വിവിധ ഭാരങ്ങളുണ്ട്, വിവിധ വേദനകളുണ്ട്. ആവലാദികൾ സംബന്ധിച്ച് എന്തു പറയണമെന്ന് പറഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഹബക്കൂക്കിന് ദൈവം വെളിപ്പാടുകൾ നൽകാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവന് ദൈവം ദൂതുകൾ നൽകും. ആമേൻ. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്നവനാണ്. ദർശനങ്ങൾ ദൈവം നൽകി തരും. ആമേൻ. ത്യാഗത്തെ സ്തോത്രം. ദൈവം ദർശനം കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് പറയുക, ആമേൻ, നീ അത് തെളിവായി പലകയിൽ എഴുതണം. ദൈവത്തിന് എല്ലാവരും കാണുക, അത് തെളിവായി എഴുതണം. എന്താണ് എഴുതി വെക്കുന്നത്? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലെ വരുവാൻ ബന്ധപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. സമയം തെറ്റുകയുമില്ല. 5 വൈകിയാലും വരും നിശ്ചയം. അതിനായി തന്നെ കാത്തിരിക്കാം. ഇന്ന് പകൽവേളയിൽ സഭായോഗത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ ജനത്തോട് ഓർപ്പിക്കട്ടെ, നിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം തന്ന പല ദൂതുകളും ഒരുപക്ഷെ താമസിച്ചു പോയിരിക്കാം. എന്നാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാത്തിരിക്കുക. സമയം തെറ്റാതെ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വഴിതുറക്കുന്നവനാണ്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചൊരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുത്താൽ ആഗ്രഹിക്കട്ടെ. Praise you, Jesus. എങ്ങനെ കാത്തിരിക്കണം? സങ്കീർത്തനം 40 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ആമേൻ, സ്തോത്രം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെ അതേ എങ്കിലേക്ക് ചാനന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിരുന്നവനെ കയറ്റി. ആമേൻ, സ്തോത്രം. എങ്ങനെ കാത്തിരിക്കണം? നിലവിളിയോടെ കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു ദൂത് പറഞ്ഞത് ശരിയാണെങ്കിലും പ്രാർത്ഥിക്കുന്ന നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നവർക്കാണ് ആ വാഗ്ദത്തങ്ങളെ നിവർത്തി ഏറ്റെടുക്കാൻ കഴിയുന്നത്. ആമേൻ. ദാവീദ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ്. ആ പ്രശ്നം എന്തെന്ന്? കുഴഞ്ഞ ചേറ്റിൽ നാശകരമായ ഈ കുഴിയിൽ വീണവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്. ആമേൻ. ആർക്കും പിടിച്ചു കയറ്റുവാൻ കഴിയാത്ത, രക്ഷിപ്പാൻ കഴിയാത്ത വലിയ പ്രശ്നത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിരിക്കുകയാണ്. നാശകരമായ കുഴി. അതിനകത്ത് വീണാൽ ആരും രക്ഷപ്പെടത്തില്ല. നാശിച്ചു പോകും വരെ അതിനകത്ത് കിടക്കാൻ സാധ്യതയുണ്ട്. കുഴഞ്ഞ ചേർന്ന് പറഞ്ഞാൽ അവൻ ഒരു കാലെടുത്തു അത് കരക്ക് എത്തുമ്പോൾ മറ്റേ കാലം താണുപോകും. വീണ്ടും അത് വെക്കുമ്പോൾ അടുത്ത കാലം താണുപോകും. കുഴഞ്ഞ ചേരാണ്. ദൈവത്തിന് സ്തോത്രപ്പോൾ അവൻ ഒരു പ്രശ്നത്തിന് കരകയറാൻ നോക്കുമ്പോൾ അടുത്ത പ്രശ്നത്തിനകത്ത് കയറി വിടുകയാണ്. അവൻ രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ കുഴഞ്ഞ ചേറിനകത്ത് കിടക്കുന്നവരോട് അവൻ സ്തോത്രം, ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് നാശത്തിന് കുടിയിൽ അകപ്പെട്ടു പോയ അനുഭവങ്ങളിലായിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നത്, നിലവിളിയോട് കാത്തിരുന്നാൽ സ്വർഗ്ഗത്തിന് കരം നീട്ടി നിന്നെ കൈക്ക് പിടിച്ച് കരകയറ്റുന്ന ഒരു സർവശക്തൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. നിലവിളിയോടെ കാത്തിരിക്കുക. 3,
ദൈവശക്തിക്കായി കാത്തിരിക്കുക. യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. യെശയ്യാ പ്രവാചക പുസ്തകം ആമേൻ സ്തോത്രം 40-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാൽ, നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അടുത്തത്, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അടുത്തത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു നടന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് ദൈവമക്കളെ ആമേൻ ദൈവശക്തി പ്രാപിക്കുവാനായി കാത്തിരിക്കണം. നിനക്കറിഞ്ഞുകൂടെയോ, നിങ്ങൾ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വിശ്വാസത്തിൽ തളർച്ചകൾ സംഭവിച്ചു, ആരാധനകളിൽ തളർച്ച സംഭവിച്ചു, ക്ഷീണം സംഭവിച്ചു പോയി. യോവേൽ പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൽ തുള്ളൻ വന്ന് തിന്നുകളഞ്ഞു, തുള്ളൻ ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, ഒടുവിൽ അതും ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നുകളഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് എന്താണ് ഇവർക്ക് ഈ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത്? നഷ്ടം സംഭവിച്ചത് എന്താ? വയൽ ശൂന്യമായി പോയി, ധാന്യം നശിച്ചു, പുതുവീഞ്ഞു വറ്റി, എണ്ണ ക്ഷയിച്ചു പോയി. 4 ജാതികൾ 4 ജീവികൾ അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയപ്പോൾ 4 നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു. വയൽ ശൂന്യമായി പോയി, ജനം വിടുവിക്കപ്പെടുന്നില്ല, ആത്മാക്കൾ കടന്നു വരുന്നില്ല, ജീവിതങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നില്ല, ശൂന്യതകൾ സംഭവിച്ചു. 2 പുതുവീഞ്ഞു വറ്റി, വീഞ്ഞിന്റെ അനുഭവം സന്തോഷ സമൃദ്ധി ഉണ്ടാകുന്നില്ല. പുതുവീഞ്ഞിന്റെ അനുഭവം. ആരാധിക്കുന്നുണ്ടോ ചോദിച്ചാൽ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടോ ഉണ്ട്, കൈയടിക്കുന്നുണ്ടോ, പാട്ടുണ്ടോ, മേളങ്ങളുണ്ടോ, എല്ലാം നമുക്കുണ്ട്. പക്ഷേ ആത്മിക സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ആത്മാവിൽ സന്തോഷിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഒന്ന് സ്വന്തം പറഞ്ഞാണ് ദൈവത്തിന് മക്കളെ. പുതുവീഞ്ഞിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കണം. പുതുവീഞ്ഞിന്റെ സന്തോഷം നമുക്കില്ലാതെ പോവുകയാണ്. ആരാധനയിൽ ആത്മസന്തോഷം പ്രാപിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. പുതുവീഞ്ഞ് വറ്റിപ്പോയി, എണ്ണ ക്ഷയിച്ചു, അഭിഷേകം കുറഞ്ഞു. ആരാധനയിൽ അഭിഷേകത്തിന്റെ ശക്തി ആവരിക്കുന്നില്ല, എണ്ണ ക്ഷയിച്ചു. ജീവിതത്തിന്റെ മേഖലകളിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരിക്കുമ്പോൾ കുറവുകൾ സംഭവിച്ചു. യുവാക്കന്മാർ, യുവതികൾ എല്ലാവരും ക്ഷയിച്ചു പോയിരിക്കുകയാണ്, ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. യൗവനക്കാർ ഇടറി വീഴാൻ തുടങ്ങി, ബാല്യക്കാർ തളർന്നുപോയി, ആരാധനയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളെല്ലാം വരുന്നുണ്ട്, ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട്, സഭായകമുണ്ടോ, കൂട്ടായ്മയുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, എല്ലാം ഉണ്ട്. പക്ഷേ അതിന്റെ ആഴത്തുള്ള വിടുതലുകൾ നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ പോകുകയാണ്. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നുപോയി, യൗവനക്കാരൻ വിടറി വീണു. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്, അവർ ശക്തിയെ പുതുക്കും. എല്ലാവരും ദൈവത്തിന് സ്തോത്രം അറിയുമല്ലോ. ആമേൻ. കഴുകൻ ആമേൻ സ്തോത്രം ഒരു പ്രായം ചെന്ന് കഴിയുമ്പോൾ
അത് പാറയുടെ പാറയുടെ മുകളിൽ കയറി അതിന്റെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ചു കളഞ്ഞു. സകലതും കൊത്തിപ്പറിച്ചിട്ട് ആ വെയിലത്ത് കൊടും വെയിലത്ത് കടുകണിരിക്കും അതിന്റെ മുറ്റിയിരിക്കുന്ന നെയ് മുഴുവൻ ഉരുകി മാറി അതിനുശേഷം ഒരു പുതിയ തൂവൽ അവനെ വെക്കുവാൻ തുടങ്ങും. സ്വോത്രം. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം പുതിയ ശക്തി തരാൻ പോവുകയാണ്. ഈ ശക്തി ലഭിക്കാതെ നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയുകയില്ല. അവൻ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം പറയുകയാണ്. പെട്ടെന്ന് ഞാൻ വിടുതലാതെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ അത് കാത്തിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അടുത്തൊരു പോയിന്റ് പറയുക, ഒരുക്കി കാത്തിരിക്കണം. സങ്കീർത്തനം 5-ാം അധ്യായത്തിൽ 5-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് 3-ാം വാക്യത്തിൽ, രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ആരാധനയ്ക്ക് പോകാൻ തയ്യാറുള്ള ദൈവങ്ങൾ അവൻ ഒരുക്കി വേണം ഇറങ്ങാൻ. അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ സ്തോത്രം. യേശുവിന്റെ കല്ലറയിൽ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൻ സഹോദരിമാര് ഒരുക്കിയ സുഗന്ധവർഗവുമായി പുറപ്പെട്ടു പോകുകയാണ്. ഒരുക്കിയ സുഗന്ധവർഗവുമായി പുറപ്പെട്ടു പോകുമ്പോൾ ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് അവർ ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഒരുക്കി കാത്തിരുന്ന കല്ലറയിൽ ചെന്ന് പ്രാർത്ഥനയോടെ കടന്നു ചെന്ന സഹോദരിമാർക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുകയാണ്. ഇനിയും നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില സംഭവങ്ങൾ ആരാധന നടുവിൽ ദൈവം ചെയ്യുവാൻ വിശ്വസ്ത ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഒറ്റവാക്യം പറഞ്ഞു വിടുകയില്ല. അവൻ സ്തോത്രം, ഹല്ലേലൂയ. അത് പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? യേശു മടങ്ങി വരാൻ സമയമായി. യേശുവിന്റെ മടങ്ങി വരവിന് സമയമായി. നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്നു. ഭൂമി അതിന്റെ പണികളും വന്നുപോകും. ആകാശം ചുട്ടഴിവാനും അവൻ സ്ഥൂല പദാർത്ഥങ്ങൾ കത്തിയഴിവാനും സമയങ്ങൾ അതിവിദൂരമല്ല. ജീവിതത്തിന്റെ മേഖലകളിൽ അവൻ ഏറ്റവും ഒടുവിൽ പത്രോസ് പറയുകയാണ്, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നാം പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, ചിലർ അതൊക്കെ പറയുന്നത് പോലെയല്ല, ആമേൻ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് ഒരുപാട് താമസിക്കുന്നില്ല. യേശു മടങ്ങി വരാൻ സമയമായി. പ്രത്യാശമുള്ള ദൈവമക്കൾ ദൈവത്തിന്റെ സ്തോത്രം പറയട്ടെ. അവൻ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് ഒരുമിച്ച് രൂപാന്തരപ്പെടുത്തുന്ന ആ മഹാസുദിനം അടുത്തു വരാൻ പോവുകയാണ്. പ്രത്യാശമുള്ള ദൈവമക്കൾ ഒന്ന് സ്തോത്രം പറയുമോ? അവൻ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സ്തോത്രം, ഹല്ലേലൂയ. പ്രശ്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. യേശുവിന്റെ വരവിന്റെ കാഹളധ്വനിയുടെ അവൻ അവസാന നിമിഷങ്ങളിൽ എത്തപ്പെടുകയാണ്. അവൻ കർത്താവ് പറഞ്ഞതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഒറ്റ കാര്യമേ നടക്കാനുള്ളൂ, യേശുവിന്റെ മടങ്ങി വരവ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം പറയട്ടെ. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോ ഇന്ന് രാത്രി പകൽക്കാലം അവൻ സഭായം കഴിയുന്നതിന് മുൻപ് യേശു വന്നാൽ എത്ര പേർക്ക് ഇവിടെ എടുക്കപ്പെടാൻ കഴിയും? ഒരുങ്ങി കാത്തിരിക്കുവാൻ എത്ര പേരുണ്ട്? വിശുദ്ധിയെ തികച്ചുകൊണ്ട് വിശ്വാസത്തിൽ ധന്യരായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശോഭിക്കാം. യേശു മടങ്ങി വരാറായി. വരവരവനായി നമുക്കൊരുങ്ങാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച കർത്തൃദാസൻ, ആമേൻ, കമ്മിറ്റി മെമ്പേഴ്സ്, സെക്രട്ടറി, പ്രിയപ്പെട്ടവർ, പ്രിയ മേഴ്സിമാം, അലിച്ചേരി, ഇവരെല്ലാവരെയും ഓർത്ത് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രത്യേകം നന്ദി. ഗോഡ് ബ്ലസ് യു.